ഹലോ ഗൈസ്, അങ്ങനെ സാന്ത്വനം രണ്ടാം ഭാഗം പുതിയ പ്രൊമോല് നമ്മുടെ ധർമ്മനോട് അച്യുതൻ പറയുന്നുണ്ട്. അതായത് ബാലന്റെ മകൾ ഇവിടെ കയറിയിരിക്കുന്നത് പക വീട്ടാനാണ്, ഞങ്ങൾക്ക് അവൾ ഒട്ടും വിശ്വാസമില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ധർമ്മൻ ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കര അതിശയത്തോടുകൂടി നിൽക്കുന്നൊക്കെ ഉണ്ട്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ അമ്മ വന്നിട്ട് ഗോമതിയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ എന്നാലും എന്റെ ധർമ്മനെ തന്നെ സംശയിച്ചല്ലോ, ഇത്രയോ നാൾ അവൻ ആ കടയിൽ നിന്നിരുന്നതല്ലേ, നീ ആകാശിനെ ഒന്നും സംശയിച്ചില്ലല്ലോ, അപ്പൊ നീ ചെയ്തത് തെറ്റ് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗോമതിനെ വന്ന് കുറ്റപ്പെടുത്തുന്നുണ്ട് നമ്മുടെ അമ്മയെ. അതിന് ഏറ്റവും ലാസ്റ്റ് ഉണ്ടല്ലോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, നമ്മുടെ കടയിലെ ആ ചേട്ടനുണ്ടല്ലോ, രാമേട്ടൻ, ആ ചേട്ടനും നമ്മുടെ ബാലനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അതായത് ധർമ്മനെ സംശയിച്ചത് ഒരിക്കലും ശരിയായില്ല, നീ നിന്റെ മക്കളെ ഒന്നും ഇതേവരെ സംശയിച്ചില്ലല്ലോ, അതിനേലും എത്രയോ നല്ലതായിരുന്നു ധർമ്മൻ, എനിക്കും ഈ കടയിൽ ഇപ്പൊ വരാൻ താല്പര്യമൊന്നുമില്ല എന്നൊക്കെ പറയുകയാണ്. ലാസ്റ്റ് ആകാശ് എന്തൊക്കെയോ ആനന്ദിന്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ആനന്ദിന് കുറെ സംശയം വരുന്നുണ്ട്. അതായത് ഇടയ്ക്ക് നമ്മുടെ ഉദയഭാനു വരുന്ന കാര്യം പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ആകാശ്. അപ്പോഴാണ് നമ്മുടെ ആകാശിന് സംശയം, അതായത് അവരാണോ പൈസ അടിച്ചു മാറ്റിയത് എന്നുള്ളൊരു സംശയം. അങ്ങനെ നമ്മുടെ ആകാശ് ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ ഉദയഭാനുവിന്റെ ഭാര്യ ഉണ്ടല്ലോ, പുള്ളിക്കാരത്തി കുറെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകുന്ന വഴിയായിരിക്കും. അപ്പൊ ആ കവറും കൂടെ കാണുമ്പോൾ നമ്മുടെ ആനന്ദിന് ഏകദേശം കാര്യങ്ങളൊക്കെ തീരുമാനമാകും, ഇവര് തന്നെയാണ് ആ മോഷണത്തിന് പിന്നിൽ എന്നുള്ളത്. ഇനിയും നമ്മുടെ ആനന്ദിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് കേട്ടോ. കാത്തിരിക്കാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.